UAE ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, തങ്ങളുടെ എയർ സ്പേസ് ആകട്ടെ, തങ്ങളുടെ പോർട്ടുകളാകട്ടെ, തങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളാകട്ടെ, ലോജിസ്റ്റിക് സംവിധാനങ്ങളാകട്ടെ അമേരിക്കൻ പുറപ്പാടിനോടൊപ്പം നിൽക്കില്ല. സുഹൃത്തായ അമേരിക്ക ശത്രുവായി വരുന്നു. നാളെ മറ്റേത് രാജ്യത്തെയും ഏറ്റെടുക്കുക. കാനഡ ഏറ്റെടുക്കാൻ താല്പര്യപ്പെട്ടിരിക്കുകയാണ്. 51ാം സംസ്ഥാനമായി കാനഡ. പാനമ കനാലിംഗ് ഏറ്റെടുക്കുക എന്ന് പാനമയോട് പറയുമ്പോൾ അയാൾ രാജ്യമാണ് പാനമ എന്ന് ഓർക്കണം. അമേരിക്ക പ്രദേശത്ത് അമേരിക്ക ഗുണ്ടായിസം കാണിക്കുന്നത് മനസ്സിലാക്കാം. പക്ഷേ യൂറോപ്പിലേക്കും ലോകത്തിൻ്റെ എല്ലായിടത്തേക്കും സുഹൃത്തുക്കളെ പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ അമേരിക്കയ്ക്ക്. എങ്ങനെയാണ് അമേരിക്കയുടെ രീതിശാസ്ത്രം? എന്താണ്? ഡോളർ കാട്ടി പേടിപ്പിക്കുകയാണ്, ആയുധം കാട്ടി പേടിപ്പിക്കുകയാണ്. നിങ്ങൾ മര്യാദക്ക് ഡോളറിൽ വേണം നിങ്ങളുടെ കച്ചവടം നടത്താൻ. ബട്ട് യു കാൺ മേക്ക് എവറിബഡി ഫൂൾസ് ഓൾ ദ ടൈം. ഇത് സാധിക്കില്ല എന്ന് ട്രംപ് ഒരുപക്ഷെ തിരിച്ചറിയുന്നു. അതുകൊണ്ടാവാം ഇപ്പോഴൊരു മെല്ലപ്പോ. യുദ്ധം ഒരുപക്ഷെ നടക്കാം, ചിലപ്പോൾ പേടിപ്പിച്ച് ഒരുപക്ഷെ അയത്തുള്ള അലി ഖൊമൈനിയെ കൊണ്ട് ചില കാര്യങ്ങളിൽ രണ്ടാമതൊരു കരാർ ഒപ്പിടിക്കാൻ സാധിക്കും. ഒരുപക്ഷെ ആണവ കരാർ. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യ പുകയാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. അത് ഇടയ്ക്ക് ആളിക്കത്തും, പിന്നീട് പുകഞ്ഞുകൊണ്ടിരിക്കും. ഒരിക്കലും ആ തീ കെട്ടുപോകുന്നില്ല. ഇപ്പോൾ വീണ്ടും ഇറാനിലേക്ക് അമേരിക്കൻ സൈനിക നീക്കം നടക്കും എന്ന് കേൾക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളായി അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മളിവിടെ ചോദിക്കുന്ന ചോദ്യം, ട്രംപ് ഉടൻ തന്നെ ഇറാൻ ആക്രമിക്കുവാൻ മുതിരുമോ? രണ്ടാമതൊരു പോയിന്റ് കൂടിയുണ്ട്. ട്രംപിൻ്റെ പല അവകാശവാദങ്ങളും ഒക്കെ തന്നെ ചിലപ്പോൾ നമുക്ക് തമാശയായി തോന്നിയേക്കാം, കടന്നുകയറ്റമായി തോന്നിയേക്കാം, ഗുണ്ടായിസമായി തോന്നിയേക്കാം. ആ ഗുണ്ടായിസത്തിന് വലിയ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന മറുവശം കൂടിയുണ്ട് ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്സിൽ. പരിശോധിക്കാം നമുക്ക് എന്താണ് ട്രംപിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് ട്രംപിൻ്റെ ആഗോള രാഷ്ട്രീയത്തിലെ സ്വാധീനത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മോടൊപ്പം ചേരുകയാണ് വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ്. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ട്രംപ് എന്ത് തീരുമാനിച്ചേക്കും എന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. ഒരു 2020 മാച്ച് പോലെയാണ്. ഒരു ഓവർ കൊണ്ട് കളി തിരിയുന്നത് പോലെ ഇവിടെയും ഒരു മണിക്കൂർ കൊണ്ട് ട്രംപിൻ്റെ തീരുമാനങ്ങൾ മാറി മറിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഉടൻ തന്നെ ഇറാനിലേക്കൊരു സൈനിക നീക്കം നടക്കുന്നുണ്ട്, പക്ഷേ ആക്രമണം അതിന് മുതിരാൻ സാധ്യതയുണ്ടോ? ഇപ്പോൾ ഏറെ സംസാരിക്കുന്ന വാക്ക് അർമാഡ എന്ന വാക്കാണ്. ട്രംപ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, അമേരിക്കൻ അർമാഡ ഈസ് മൂവിങ് ടുവേർഡ്സ് പേർഷ്യൻ ഗൾഫ്. അതായത് പേർഷ്യൻ ഗൾഫ് മേഖലയിലേക്ക് അമേരിക്കയുടെ പടക്കപ്പലുകൾ, വെറും പടക്കപ്പലുകളല്ല, വിമാനവാഹിനി കപ്പൽ, വലിയ വിമാനവാഹിനി കപ്പലായ എബ്രഹാം ലിങ്കൻ, പല മുൻ പ്രസിഡന്റുമാരുടെ പേരുകളാണ് വിമാനവാഹിനി കപ്പലുകൾക്ക് കൊടുക്കുന്നത്. അങ്ങനെ എബ്രഹാം ലിങ്കന്റെ നാമധേയം പേർന്ന കപ്പലും അതിന് അകമ്പടിയായ 3 കപ്പലുകളും മറ്റു ചില കപ്പലുകളും എല്ലാം ചേർന്നൊരു കപ്പൽ വ്യൂഹം തന്നെ അറബിക്കടലിലൂടെ നീങ്ങുകയാണ്. മലാക്ക സ്ട്രൈറ്റ് പിന്നിട്ടു. അത് ഏതാനും ദിവസങ്ങളായി കഴിഞ്ഞു. ഇപ്പോൾ ഇതാ ഇന്ത്യ സമുദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും അറബിക്കടലിലേക്ക് പ്രവേശിച്ചു. ഏത് നിമിഷവും പേർഷ്യൻ ഗൾഫ് മേഖലയിലേക്ക്, ഒമാൻ ഉൾക്കടലിലേക്കും പേർഷ്യൻ ഗൾഫ് മേഖലയിലേക്കും പ്രവേശിക്കാം. അങ്ങനെയെങ്കിൽ ഇറാൻ്റെ തട്ടകത്തിലേക്കാണ് അത് പ്രവേശിക്കുന്നത്. ഇറാനെയാണല്ലോ പേർഷ്യ എന്ന് പറയുക. ചരിത്രപരമായി ഇറാൻ ഇറാഖ് പ്രദേശങ്ങളാണ് പേർഷ്യ. അതിൻ്റെ തൊട്ട് തെക്ക് ഉള്ള ഉൾക്കടലാണ് പേർഷ്യൻ ഗൾഫ്. നമ്മൾ ഗൾഫിൽ പോയി എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും ആ ഗൾഫ് പേർഷ്യൻ ഗൾഫാണ്. പണ്ട് വെസ്റ്റ് ഏഷ്യയിലേക്ക് പോകുന്ന ആളുകളെല്ലാം പേർഷ്യയിൽ പോകുന്നതാണ് പറയുന്നത്. ഇപ്പോഴാണ് ഗൾഫ് എന്ന് പറയുന്നത്, പേർഷ്യയാണ്. ആ പേർഷ്യൻ ഗൾഫ് മേഖലയിലേക്ക് സൈനിക സാന്നിധ്യം, നാവിക സാന്നിധ്യം, ദാറ്റ് ഈസ് വൺ ഇൻഡിക്കേഷൻ, ഒന്നാം സൂചന. രണ്ടാം സൂചന, അമേരിക്കയുടെ ഏതാണ്ട് എല്ലാ വ്യോമ താവളങ്ങളിലും മറ്റ് സൈനിക താവളങ്ങളിലും മധ്യേഷ്യയിലുള്ള പശ്ചിമേഷ്യയിലുള്ള താവളങ്ങളിലെല്ലാം തന്നെ പട ഒരുക്കങ്ങളാണ്. F-15, F-16, F-35 വിമാനങ്ങളുടെ സ്ക്വാഡ്രനുകൾ സജീവമായി അവിടെ നിലനിൽക്കുന്നു. കൂടുതൽ വിമാനങ്ങൾ എത്തുകയാണ്. കൂടുതൽ പേട്രിയോട്ട് മിസൈലുകൾ വിന്യസിക്കുന്നു. പേട്രിയോട്ട് മിസൈൽ എന്ന് പറയുന്നത് പണ്ട് സദ്ദാം ഹുസൈൻ്റെ സമയത്ത് റഷ്യൻ നിർമ്മിത സ്കഡ് മിസൈലുകൾ ഉപയോഗിക്കുമ്പോൾ അതിനെ ദേശരക്ഷ എന്നാണല്ലോ പറയുക. പേട്രിയോട്ടിസം എന്ന് പറഞ്ഞാൽ വലിയ ദേശസ്നേഹമാണ്. അങ്ങനെ പ്രതിരോധിക്കുന്ന പേട്രിയോട്ട് മിസൈലുകളുടെ വലിയ ബാറ്ററി സംവിധാനം അതിങ്ങനെ വിന്യസിച്ചിരിക്കുകയാണ്. അതിനർത്ഥം അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തും എന്ന് പറയുന്നത് വെറും വീൺവാക്കല്ല, ആക്രമണം നടത്താനുള്ള ശേഷി അവർക്കുണ്ട്. കൃത്യതയെക്കുറിച്ച് ഒരുപക്ഷെ വിശകലനം മാറിപ്പോകാം, പക്ഷേ അതിനുള്ള ശേഷിയുണ്ട്, ഇച്ഛാശക്തിയുണ്ട്. അത് തീർച്ചയായും കരുതണം. പക്ഷേ
ഇതെല്ലാം ഓക്കെയാണെന്ന് തോന്നാം ഒരു വശം. ദാറ്റ് ഇസ് വൺ സൈഡ്. നമ്മളത് ഒബ്ജക്റ്റീവായിട്ട് മാത്രമേ കാണാനാവൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ചുമ്മാതെ കുറേ കാര്യങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുക, ഇപ്പം യുദ്ധം വരുമോ, നാളെ പൊട്ടിക്കുമോ, ഇപ്പോൾ പൊട്ടിക്കുമോ, ഇതൊന്നുമല്ല. ഇതിൻ്റെ പിന്നെ സാധ്യതകൾ കുറച്ച് ഒബ്ജക്റ്റീവായിട്ട് മാത്രമേ നമുക്ക് വിലയിരുത്താനാവൂ. ശരിയാണ്. അങ്ങനെ ഒബ്ജക്റ്റീവായിട്ട് വിലയിരുത്തുമ്പോൾ ട്രംപ് എന്തുകൊണ്ട് ആഞ്ഞടിക്കുന്നില്ല? 2 ആഴ്ചയായി ഈ ബിൽഡപ്പ് തുടങ്ങിയിട്ട് 1-2 ആഴ്ചയായി. എന്തുകൊണ്ട് ഇറാനെ ആക്രമിക്കുന്നില്ല? ഇപ്പം കഴിഞ്ഞ ആഴ്ച ഏത് നിമിഷവും ആക്രമിക്കും എന്ന ഘട്ടത്തിലെത്തി. പിന്നെ ട്രംപ് തന്നെ പറഞ്ഞു ഇറാൻ ഒന്ന് വഴങ്ങുന്നു, ഇറാനിലെ വധശിക്ഷ ഇളവ് ചെയ്യുന്നു. അയത്തുള്ള അലി ഖൊമേനി കുറേയൊക്കെ കരുണ കാണിക്കുന്നു. 800 ചില്ലുവാനും പേരെ വധശിക്ഷയ്ക്ക് വിധിച്ചതാണ്. അവരെയൊക്കെ ഞാൻ ഇടപെട്ടത് കൊണ്ട് തൽക്കാലം അവരുടെ വധശിക്ഷ മരവിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് കൊള്ളാം. അതുകൊണ്ട് താങ്കൾ ആക്രമിക്കില്ല തൽക്കാലത്തേക്ക് എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി ആക്രമിക്കില്ല എന്നർത്ഥമില്ല. ഇനി നോക്കൂ, ഗൾഫ് രാജ്യങ്ങൾ, GCC രാജ്യങ്ങൾ, പ്രത്യേകിച്ച് സൗദി അറേബ്യ, കുവൈറ്റ്, UAE, ഖത്തർ, ബഹ്റൈൻ, ഇതൊക്കെയാണല്ലോ GCCയിലുള്ള രാജ്യങ്ങൾ. അതിൽ UAE ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു തങ്ങളുടെ എയർ സ്പേസ് ആകട്ടെ, തങ്ങളുടെ പോർട്ടുകളാകട്ടെ, തങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളാകട്ടെ, ലോജിസ്റ്റിക് സംവിധാനങ്ങളാകട്ടെ അമേരിക്കൻ പുറപ്പാടിനോടൊപ്പം നിൽക്കില്ല. എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കണ്ട് എന്തെങ്കിലും തിളപ്പിക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് വാങ്ങി വെച്ചേരേ എന്നതിൻ്റെ വിശകലനമാണത്. അതിനർത്ഥം UAE പിന്മാറി. ഇറാനെതിരെയുള്ള പോരാട്ടത്തിൽ UAEക്ക് താല്പര്യമില്ല. കാരണം അവർക്ക് അവരുടേതായ റീസണുണ്ട്. UAE ഇത് വളരെ ശക്തമായി, ഇത്രയും ശക്തമായ ഒരു സ്റ്റാൻഡ് എടുക്കുന്നത് ആദ്യമായിട്ടായിരിക്കണം എനിക്ക് തോന്നുന്നു. എക്കാലത്തും അമേരിക്കയോടൊപ്പം നിൽക്കുന്ന സൗദി അറേബ്യയും UAEയും അവരുടെ ഭരണകൂടങ്ങൾ, അവരുടെ ഷെയ്ഖുമാർ, എമീർമാർ അമേരിക്കയോടൊപ്പം നിന്നവരാണ്. അവരുടെ എണ്ണ താല്പര്യം അമേരിക്കയോടൊപ്പമാണ്. പക്ഷേ അവരുടെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ ഇറാൻ മിസൈലുകൾ അയച്ചാൽ UAEക്ക്, പ്രത്യേകിച്ച് അബുദാബിയിലാണല്ലോ എണ്ണയുള്ളത്, അതിൻ്റെ സമ്പൽ സമൃദ്ധി ഒരു പക്ഷേ അസ്തമിക്കാം. അത് മാത്രമല്ല, കേരളത്തിൽ നിന്ന് എത്ര പേരാണ് UAEയിലെ വിവിധ നഗരങ്ങളിലുള്ള, ദുബായിലും അബുദാബിയിലും റാസൽ ഖൈമയിലും ഒക്കെ ഉള്ളത്. അത് വലിയ വിപത്താണ്. സൗദി അറേബ്യയിൽ നോട്ട് പ്ലേസ്ഡ് ഐദർ. വൻപൻ താവളങ്ങളാണ് സൗദി അറേബ്യയിലുള്ളത്. സൗദി അറേബ്യയുടെ സുരക്ഷ തന്നെ അമേരിക്കയുടെ കൈവശമാണെന്ന് വേണമെങ്കിൽ പറയാം. അവരുപയോഗിക്കുന്ന ആയുധങ്ങളെല്ലാം തന്നെ അമേരിക്കൻ നിർമ്മിത ആയുധങ്ങളാണ്. അപ്പോൾ സൗദി അറേബ്യയും അത്ര അങ്ങോട്ട് അനുകൂലിക്കുന്നില്ല. ഇറാനുമായി അത്ര ചങ്ങാത്തമൊന്നുമില്ല. ഇറാൻ ഒന്ന് കൊള്ളുന്നെങ്കിൽ കൊണ്ടോട്ടെ എന്ന് വിചാരിക്കുന്ന രാജ്യം തന്നെയാണ് സൗദി അറേബ്യ. പക്ഷേ ഒരു ലാർജർ ഇസ്ലാമിക് ബ്രദർഹുഡ് ഉണ്ടല്ലോ, ഒരു അമിറ്റി ഉണ്ടല്ലോ, കോംറേഡറി ഉണ്ടല്ലോ. അത് ഭാവിയിൽ, ചരിത്രത്തിൽ ഭാവി കാണുമ്പോൾ, മുൻ ചരിത്രം നോക്കുമ്പോൾ സൗദി അറേബ്യയെ ഇസ്ലാമിക താല്പര്യങ്ങൾ ഒറ്റിക്കൊടുത്ത രാജ്യം, അമേരിക്കൻ സാമ്രാജ്യ താല്പര്യങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഒറ്റ രാജ്യം എന്ന പെരുദോഷം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടാൻ, കളങ്കമായി അവശേഷിക്കാൻ സൗദി ആഗ്രഹിക്കുന്നില്ല. മറ്റ് രാജ്യങ്ങളും പച്ചക്കൊടി കാണിച്ചിട്ടില്ല. അതിനർത്ഥം എന്താ? വിത്തൗട്ട് ലോജിസ്റ്റിക്കൽ ബാക്കിംഗ് അമേരിക്ക കനോട്ട് ഈസിലി ഓപ്പറേറ്റ്. ഓൺ ഇറ്റ്സ് ഓൺ അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ ഒക്കുന്നത് യുദ്ധക്കപ്പലുകളിൽ നിന്നുകൊണ്ട്. എബ്രഹാം ലിങ്കൻ, അതോടൊപ്പം തന്നെ റൂസ്വെൽറ്റും മറ്റ് പ്രസിഡന്റുമാരും ഒക്കെ വരും യുദ്ധക്കപ്പലിൻ്റെ രൂപത്തിൽ, അല്ലെങ്കിൽ വിമാനവാഹിനി കപ്പലുകളുടെ രൂപത്തിൽ. അത് അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് മാത്രം യുദ്ധം ജയിക്കാനാവില്ല. കരയിലേക്ക് കണ്ണുകൾ എറിയണം. ജോർദാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ താവളങ്ങളുണ്ട്. ഇറാഖിൽ താവളമുണ്ട്, സിറിയയിൽ താവളം, എല്ലായിടത്തും തന്നെ അമേരിക്കൻ താവളങ്ങളുണ്ട്. അത് വലിയ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചു. ഒരുപക്ഷെ അത് നമുക്ക് ഊഹിക്കാം. പക്ഷേ അപ്രതീക്ഷിതമായ ഒന്നുകൂടി ട്രംപ് ചെയ്തു വെച്ചു. സ്വയം കൃതാനർത്ഥം എന്നൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. സ്വന്തം ചെയ്തികൾക്ക് ഉള്ള ശിക്ഷ. എക്കാലത്തും അമേരിക്കയോടൊപ്പം ചേർന്ന് നിന്ന് പശ്ചിമേഷ്യയിലെ യുദ്ധങ്ങളിൽ അമേരിക്കയെ സഹായിച്ചിട്ടുള്ളത് NATO ആണ്, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. നമുക്കറിയാം, നോർത്ത് അറ്റ്ലാന്റിക് എന്ന് പറയുമ്പോൾ അത് വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ പടിഞ്ഞാറ് ഉള്ള കാനഡ, അമേരിക്ക, കിഴക്കുള്ള വെസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങൾ, ബ്രിട്ടൻ, ഫ്രാൻസ്, പിന്നെ ജർമ്മനി, ബെനിലക്സ്, ബെൽജിയം, നെതർലൻഡ്സ്, ലക്സംബർഗ്, അതുപോലെ സ്പെയിൻ, പോർച്ചുഗൽ, ഇതെല്ലാം വരും. എല്ലാ പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും കാനഡയും ചേർന്ന്. ഏത് രാജ്യത്തോടാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് ഊഷ്മള ബന്ധമുള്ളത് യൂറോപ്പിൽ? കാനഡയോട് എന്താണ് ബന്ധം? മാർക്ക് കാർണിയോട് പറഞ്ഞു, താൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ് 100% ടാരിഫ് അടിച്ചങ്ങോട്ട് തരും. ചൈനയുമായി കച്ചവടം നടത്താനും വ്യാപാര കരാർ, സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിടാനുമാണ് തീരുമാനമെങ്കിൽ അടിച്ചങ്ങോട്ട് തരും. മാർക്ക് കാർണി പറഞ്ഞു, നിങ്ങൾ പോയി പാട് നോക്ക്, അമേരിക്കയുടെ ചെലവിലല്ല ഞങ്ങൾ താമസിക്കുന്നത്, നമ്മൾ ജീവിക്കുന്നത് എന്ന് കാനഡയ്ക്ക് പറയേണ്ടി വരുന്നു. നമ്മൾ വിചാരിച്ചു മുൻ പ്രധാനമന്ത്രിയുമായിട്ടാണ് പിന്നെ കുഴപ്പം. ഇല്ല, പ്രധാനമന്ത്രി മാറി വന്നിട്ടും
ട്രംപിന്റെ നിലപാടിൽ കാനഡയുള്ള അയൽ രാജ്യമാണെന്ന് ഓർക്കണം. അതെ. അപ്പൊ കാനഡയെ പോലും വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്ത ഡൊണാൾഡ് ട്രംപ് ഗ്രീൻലൻഡിന്റെ കാര്യം പറഞ്ഞ് ഡെൻമാർക്കിനോട് പിണങ്ങി. ഡെൻമാർക്കിനോടൊപ്പം ചേർന്ന് നിന്ന കട്ടക്ക് നിന്നു യൂറോപ്പിലെ ബിഗ് 3 ബ്രിട്ടൻ, ഫ്രാൻസ് ആൻഡ് ജർമ്മനി. അതായത് കെ സ്റ്റാമറും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, പിന്നെ ഇമ്മാനുവൽ മാക്രോണും ജർമ്മൻ ചാൻസലറും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നു. അതോടൊപ്പം തന്നെ നെതർലാൻഡ്സും ഡച്ചുകാർ നിന്നു. അതോടൊപ്പം ഡെൻമാർക്കിന്റെ ആണല്ലോ ഗ്രീൻലാൻഡ്. പക്ഷെ അതിൽ ട്രംപിന്റെ ആ ഒരു നിലപാട് അതിശയപ്പെടുത്തി. കൊച്ചുകുട്ടികൾ പോലും ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് ഒരു സംശയം തോന്നി. 10% ടാരിഫ് അടിച്ച് കൂടുതൽ ടാരിഫ്, പിന്നെ പറയുന്നു കഴിയുമ്പോൾ പിന്നെ ജൂണിലായി കഴിയുമ്പോൾ 25% ടാരിഫ്. ഗ്രീൻലാൻഡ് അവരുടെ കൈമുതലായിട്ടുള്ള ഒരു രാജ്യം, കൈവശമുള്ള ഒരു പ്രദേശത്തെ ഞങ്ങൾക്കങ്ങ് വേണം, ഞങ്ങളങ്ങ് എടുക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണ്? തന്നില്ലെങ്കിൽ താരിഫ്. ഈ മലയാളത്തിലൊരു സേയിങ് ഉണ്ട്, ഈ പോയാലൊരു വാക്ക് കിട്ടിയാലൊരു ആന. അത്രയുമേ നമ്മളൊക്കെ ചിന്തിച്ചുള്ളൂ അല്ലേ? വഴിയേ പോയൊരാന. ഈ കൊച്ചുകുട്ടി ചോദിച്ചു തരാമോ, ആനക്കാരനോട് ചോദിച്ചു തരാമോ എന്ന്. തരില്ലായിരിക്കാം, തരാമോ? ഇത് തരാം, ഏതെങ്കിലും കാരണവശാൽ എന്നാൽ എടുത്തോളൂ മോനെ കുട്ട, നീ എടുത്തോളൂ, ആന എടുത്തോളൂ എന്ന് പറഞ്ഞാൽ കിട്ടിയാലൊരാന. പോയാലൊരു വാക്ക് തരാമോ എന്ന് ചോദിച്ചല്ലേ, തരാമോ എന്ന് ചോദിച്ചു വെച്ചു. തരാമോ എന്ന് ചോദിക്കുമ്പോൾ ആനയെ ഞങ്ങളിങ്ങ് എടുക്കും, തന്നില്ല എങ്കിൽ ആനയെ ഞങ്ങളിങ്ങ് എടുക്കുമെന്ന് പറഞ്ഞാൽ ഈ ഗ്രീൻലാൻഡ് ആന തന്നെയാണ്. ഡെൻമാർക്ക്, ഇട്ടാവട്ടം സ്ഥലത്തുള്ള ഡെൻമാർക്കിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ 1000 ഇരട്ടി വലിപ്പമുള്ള ഗ്രീൻലൻഡ് വലിയ ഒരു ഭൂമിയാണ്. പവർ ഇല്ലായിരിക്കാം, ജനങ്ങളില്ലായിരിക്കാം, പക്ഷേ വിഭവങ്ങളുള്ള സ്ഥലമാണ്. സെക്യൂരിറ്റി പാരഡൈമിൽ, അമേരിക്കയുടെ സുരക്ഷാ പാരഡൈമിൽ, അമേരിക്കയുടെ മാത്രമല്ല യൂറോപ്പിൻ്റെ ആകമാനം സുരക്ഷാ പാരഡൈമിൽ വൻപൻ സാധ്യതയാണ് ഗ്രീൻലാൻഡിലുള്ളത്. കാരണം വടക്കൻ സമുദ്രങ്ങളിലെ മഞ്ഞുരുകി കഴിയുമ്പോൾ പാൻഡോറാസ് ബോക്സ് തുറക്കുന്നത് പോലെയാണ്. അത് ഒരുപാട് കാര്യങ്ങൾ വെളിയിൽ വരും. ഒരുപക്ഷെ അപ്രത്യക്ഷമായ രോഗാണുക്കൾ ഒരുപക്ഷെ വന്നേക്കാം. ലക്ഷക്കണക്കിന് വർഷങ്ങളായി തണുത്തുറഞ്ഞു കിടന്ന മഞ്ഞുപാളികൾ ഉരുകുമ്പോൾ ലോകത്ത് മറന്നുപോയ ഒരുപാട് പിന്നെ ജേംസും രോഗാണുക്കളും കാണും, പ്ലേഗ് കാണും. അത് വെളിയിൽ വന്ന അതൊക്കെ നെഗറ്റീവ് കാര്യം. പോസിറ്റീവ് കാര്യം എന്താ? അതിനടിയിൽ നിധിയാണ്, മണ്ണിൻ്റെ അടിയിൽ പൊന്ന് മാത്രമല്ല എല്ലാ ധാതുക്കളും ഉള്ള സ്ഥലമാണ് ഡ്രില്ലിംഗ്. അത് അമേരിക്കൻ ടെക്നോളജി ക്യാൻ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, അമേരിക്ക ഫസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എവിടെ വിഭവമുണ്ടെങ്കിലും അവിടെ ട്രംപിന്റെ കഴുകൻ കണ്ണുകൾ എത്തിയിരിക്കും. ഇതാണ് സത്യം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിനെ തിരിച്ചടിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു ആ രീതി. കാരണം ഇതുവരെ തുടർന്നു വന്നത് ട്രംപിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന യൂറോപ്യൻ രാജ്യങ്ങളെയാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ താരിഫ് ഇങ്ങോട്ട് അടിച്ച് ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ചങ്ങോട്ട് താരിഫ് അടിക്കാൻ തീരുമാനിച്ചു. അമേരിക്കയ്ക്ക് ഒന്നിന് പിന്നാലെ ഒന്നായി തിരിച്ചടി കൊടുക്കുന്ന തീരുമാനങ്ങളെടുത്തു. അപ്പോൾ ട്രംപിനെ അങ്ങ് കയറൂരി വിടാൻ തയ്യാറല്ല എന്ന് അവർ തെളിയിക്കുക കൂടിയായിരുന്നു അല്ലേ? അതാണ് ഹിറ്റ്ലർ ഇഫക്റ്റ് എന്ന് പറയും. അതെ. അതായത് 2ാം ലോകമഹായുദ്ധത്തിന് മുൻപ് ഈ 1930കളിലൊക്കെ 1930കളിൽ ക്ഷാമകാലത്തൊക്കെ ജർമ്മനി ഒരു വൻ ശക്തി, 1ാം ലോകമഹായുദ്ധത്തിൽ തകർന്നടഞ്ഞ ജർമ്മനി ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ, നാസികളുടെ നേതൃത്വത്തിൽ തേർഡ് റീഷ് അത് ഉയർത്തെഴുന്നേറ്റ് വരികയാണ്. ആ സമയത്ത് ഓരോരോ ചെറിയ പ്രദേശങ്ങൾ നാസികൾ കീഴടക്കിയപ്പോൾ ഫ്രാൻസും ബ്രിട്ടനും സ്പെയിനും പോർച്ചുഗലും ഒക്കെ പറഞ്ഞു ഇത് ഞങ്ങളുടെ കാര്യമല്ല, അത് ജർമ്മനിയുടെ കാര്യമാണ്, ഞങ്ങളെ തൊട്ടില്ലല്ലോ. അവസാനം യൂറോപ്പ് മുഴുവൻ ജർമ്മനിയുടെയും ഇറ്റലിയുടെയും കൈവശമാകുന്നു, ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും കൈവശമാകുന്നു എന്ന് പറഞ്ഞപ്പോൾ വൈകിപ്പോയി. അതുകൊണ്ട് സൂചി കൊണ്ടെടുക്കേണ്ടതിനെ തുമ്പ കൊണ്ടും JCB കൊണ്ട് എടുക്കേണ്ടി വന്നു. അമേരിക്കയിൽ നിന്നും JCB വരുത്തേണ്ടി വന്നു അതെടുക്കാൻ. അതുപോലെ ഒന്നാവുമോ? സൗഹൃദം നടിച്ച് ഇത്രയും കാലം കൂടെ നിന്ന, തങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നെയ്റ്റോ രൂപീകരിച്ചതിന് തലപ്പത്ത് നിന്ന ഡൊണാൾഡ് ട്രംപ് പറയുന്നു നെയ്റ്റോ പുണ്യം ചെയ്യാനുള്ള ബോഡിയൊന്നുമല്ല, കാശ് ഇങ്ങോട്ടിട്, നിങ്ങൾക്ക് ആയുധം തരാം, നിങ്ങൾക്ക് സുരക്ഷ തരാം. ഇതിനാണ് ഉച്ചാളി ഫീസ് എന്ന് പറയുന്നത്. സംരക്ഷണം തരാം, പക്ഷേ പകിട വെക്കണം, ഇങ്ങോട്ട് കാശ് എടുക്കുക എന്നാണ് ട്രംപ് പറയുന്നത്. കച്ചവടക്കാരനാണ്. ഈ പച്ച കച്ചവടം യൂറോപ്പിൻ്റെ മനസ്സിനെ വല്ലാതെ വ്രണപ്പെടുത്തി. അതുകൊണ്ടാണ് മധ്യ പൗരസ്ത്യ പ്രദേശത്തെ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് എന്തിന് യൂറോപ്പ് വഴങ്ങണം എന്ന് വളരെ സൈലൻ്റായി യൂറോപ്പിലെ ആളുകൾ ചിന്തിക്കുന്നുണ്ട്. ബൗദ്ധിക സമൂഹം, തിങ്ക് ടാങ്ക്. ഇപ്പോൾ പിടിച്ചില്ലെങ്കിൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. അതുകൊണ്ട് റഷ്യയാണോ യഥാർത്ഥ ശത്രു? അത് ടെറിട്ടോറിയൽ എനിമിയാണ്, പക്ഷേ സിവിലൈസേഷണൽ എനിമി ആകണമെന്നില്ല. ചൈന ഒരുപക്ഷെ വലിയ ഒരു ത്രട്ടാണ്, ആത്യന്തികമായി യൂറോപ്പിനുൾപ്പെടെ ത്രട്ടാണ്. പക്ഷേ ഇപ്പോൾ അതല്ല. ഇപ്പോൾ അമേരിക്ക തന്നെയാണ്, സുഹൃത്തായ അമേരിക്ക ശത്രുവായി വരുന്നു. നാളെ മറ്റേത് രാജ്യത്തെയും ഏറ്റെടുക്കുക. കാനഡ ഏറ്റെടുക്കാൻ
താല്പര്യപ്പെട്ടിരിക്കുകയാണ്. 51ാം സംസ്ഥാനമായി കാനഡ പാനമ കനാലും ഏറ്റെടുക്കുക എന്ന് പാനമയോട് പറയുമ്പോൾ അയാൾ രാജ്യമാണ് പാനമ എന്ന് ഓർക്കണം. ഇടയ്ക്ക് മെക്സിക്കോ ഉണ്ട്, മെക്സിക്കോയുമായി നല്ല ബന്ധമല്ലല്ലോ. അതെ. അപ്പോൾ ഈ ഒരു ബിഗ് ബ്രദർലി ആറ്റിറ്റ്യൂഡ്, അത് ഈ പറയുന്ന ഒരു അമേരിക്ക പ്രദേശത്ത് അമേരിക്ക ഗുണ്ടായിസം കാണിക്കുന്നത് മനസ്സിലാക്കാം. പക്ഷേ യൂറോപ്പിലേക്കും ലോകത്തിൻ്റെ എല്ലായിടത്തേക്കും സുഹൃത്തുക്കളെ പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ അമേരിക്കയ്ക്ക്. ഇത് ട്രംപിൻ്റെ മാത്രം വിഷയമാണ് എന്ന് ചിലരെങ്കിലും ചിന്തിക്കും. അല്ല, ഇത് ട്രംപിൻ്റെ മാത്രം വിഷയമല്ല. ദർ ഇസ് എ ഡീപ് സ്റ്റേറ്റ് അമേരിക്ക വിച്ച് വാസ് എഗൻസ്റ്റ് ട്രംപ് ഒറിജിനലി. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല എന്നാണ് പൊതുവെ യൂറോപ്യൻസിൻ്റെ നിരീക്ഷണം. കാരണം ആത്യന്തികമായി അമേരിക്കയുടെ സാമ്പത്തിക അഭിവൃദ്ധി, അമേരിക്കൻസ് ആർ വെരി വെരി ഇൻ്റലിജൻറ്റ് ഇൻ പ്ലാനിങ് തിങ്സ്. ട്രംപ് അല്ല, ട്രംപിൻ്റെ ഉപദേശകരാണ്. അമേരിക്കയ്ക്ക് അറിയാം, അമേരിക്ക ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. പ്രൊഡക്ഷൻ ബേസ് കുറഞ്ഞു വരുന്നു, ഘട്ടം ഘട്ടമായി കുറഞ്ഞു വരികയാണ്. ലോകത്തെല്ലായിടത്തുമുള്ള പ്രൊഡക്ഷൻ സെൻറ്ററുകളിലെ വിഭവങ്ങൾ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് കൊണ്ടുവരികയാണ്. അതിനാണ് ഇപ്പോൾ ടാരിഫ് ചുമത്തുന്നത്. അപ്പോൾ സെൽഫ് റിലയൻ്റ് അല്ല അമേരിക്ക, സെൽഫ് സഫീഷ്യൻ്റ് അല്ല. നിരന്തരം ലോകരാജ്യങ്ങളെ പിണക്കി കഴിഞ്ഞാൽ ഈ ആളുകൾ വരുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നു. ഹരിച്ച് ഗുണിച്ചൊക്കെയാണ് ആളുകളെ കൊണ്ടുവരുന്നത്, അരിച്ചെടുക്കുകയാണ്. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ അമേരിക്കയ്ക്ക് ആവശ്യമുള്ള റീസണബിൾ ചീപ്പ് ലേബർ ലഭിക്കാതെ വരും. 2 വിഭവങ്ങൾ ലഭിക്കാതെ വന്നേക്കാം. 3 ഫിനിഷ് ഗുഡ്സ് ലഭിക്കാതെ വന്നേക്കാം. അമേരിക്കയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാം. പബ്ലിക് ഒപ്പീനിയൻ മേ ടേൺ. അതുകൊണ്ടാണ് ഒരു പരുവത്തിൽ കൂടുതൽ കടത്തിലാണ് അമേരിക്ക. അതെ അല്ലേ? നമ്മൾ വിചാരിക്കുക എല്ലാ സൗഭാഗ്യങ്ങളും. അതുകൊണ്ട് എങ്ങനെയാണ് അമേരിക്കയുടെ രീതിശാസ്ത്രം എന്താണ്? ഡോളർ കാട്ടി പേടിപ്പിക്കുകയാണ്, ആയുധം കാട്ടി പേടിപ്പിക്കുകയാണ്. നിങ്ങൾ മര്യാദക്ക് ഡോളറിൽ വേണം നിങ്ങളുടെ കച്ചവടം നടത്താൻ. ഗൾഫ് രാജ്യങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഡോണ്ട് ട്രൈ എനി അതർ കറൻസി, ഡു യുവർ ട്രേഡ് ഇൻ ഡോളർ, അല്ലെങ്കിൽ ഞങ്ങൾ സുട്ടിടുവേൻ. 2, നിങ്ങൾ കണ്ട ചൈനീസിൻ്റെയും റഷ്യൻസിൻ്റെയും ഇറാൻ്റെയും ആയുധങ്ങൾ കയറി വാങ്ങരുത്. ഞങ്ങൾ തരാം ആയുധങ്ങൾ, കാശിങ്ങ് തരണം, പെട്രോ ഡോളേഴ്സ് ഇങ്ങ് തരണം. അപ്പോൾ അവിടെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുന്നതായിരിക്കും ശരി. ഉണ്ടാക്കി ഇവരെ കൊണ്ട് കൃത്യമായി പണം അമേരിക്കയ്ക്ക് എത്തുന്നു. അത് ഗുണ്ടാപ്പിരിവല്ലേ? ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ഗുണ്ടാപ്പിരിവ് തന്നെയല്ലേ? ഇതിനെക്കുറിച്ച് കൂടുതൽ ഗൾഫ് രാജ്യങ്ങളും അവർ മണ്ടന്മാരല്ല, അവരും ചിന്തിക്കുന്നു. യൂറോപ്യൻസ് മാറി ചിന്തിക്കുന്നു, ഗൾഫ് രാജ്യങ്ങൾ ഗൾഫ് മേഖല മാറി ചിന്തിക്കുന്നു. ഇതൊക്കെ ആർക്കും മനസ്സിലാവില്ല എന്നാണ്. എല്ലാ കാലത്തും എല്ലാവരെയും പൊട്ടന്മാരാക്കാനാവില്ല. യു ക്യാൻ ഫൂൾ വൺ പേഴ്സൺ വൺ ടൈം, യു ക്യാൻ ഫൂൾ എ ഫ്യൂ പീപ്പിൾ എ ഫ്യൂ ടൈംസ്, ബട്ട് യു കാൺ മേക്ക് എവറിബഡി ഫൂൾസ് ഓൾ ദ ടൈം. ഇത് സാധിക്കില്ല എന്ന് ട്രംപ് ഒരുപക്ഷെ തിരിച്ചറിയുന്നു. അതുകൊണ്ടാവാം ഇപ്പോഴൊരു മെല്ലെപ്പോക്ക്. ഒരുപക്ഷെ ആഞ്ഞടിക്കും, അത് ആവശ്യം തന്നെയാണ്. ഒരുപക്ഷെ ഇറാനിലൊരു ഭരണമാറ്റം കൊണ്ടുവന്നാൽ തൻ്റെ ഒരു പൊന്തൂവൽ കൂടി, പക്ഷേ നോബൽ സമ്മാനമൊക്കെ മാറ്റിവെക്കേണ്ടി വരും. കൂടുതൽ യുദ്ധങ്ങൾ അദ്ദേഹം തുടങ്ങി വെക്കുകയാണ്. 8 യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറയുന്നു. യുദ്ധങ്ങൾ കൂടുതൽ തുടങ്ങി വെക്കുകയാണ്. യുദ്ധങ്ങളുടെ ഒരു മാലപ്പടക്കം തന്നെ അദ്ദേഹം തുടങ്ങി വെക്കുന്നത്. എത്രത്തോളം വൈരുദ്ധ്യമാണ് ഇത്! അമേരിക്കൻ ജനത എത്രത്തോളം ഇദ്ദേഹത്തെ സഹിക്കും, ക്ഷമിക്കും? അതൊരു വലിയ ചോദ്യമാണ്. ആത്യന്തികമായി ദ പവർ ഓഫ് ഡെമോക്രസി. കഴിഞ്ഞ ദിവസം ഞാനൊരു ചർച്ചയിൽ, ഒരു ഡിബേറ്റിൽ പറയേണ്ടി വന്നു, അമേരിക്കയുടെ പ്രസിഡന്റ് ഒരു കോമാളിയാണ് എന്ന് അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ഒരാൾ പറയുമ്പോൾ ഞാൻ പറയേണ്ടി വരുന്നു, ദിസ് ഈസ് ദ പവർ ഓഫ് ദ ഡെമോക്രസി, അമേരിക്കൻ ഡെമോക്രസി. അത് നല്ല കാര്യം. എന്തുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റിനെ കോമാളി എന്ന് അമേരിക്കൻ പ്രസിഡന്റിനെ വിളിക്കാൻ അവകാശമുണ്ട്? ഇറാനിൽ പരമോന്നത നേതാവിനെ കോമാളി എന്ന് വിളിച്ചതിന് ശേഷം കഴുത്തിന് മുകളിൽ തലയുണ്ടാകുമെന്ന് ഉറപ്പുണ്ടോ? ഇറാനിൽ ഈ 2 സിസ്റ്റംസാണ്. അവരവരുടെ രാജ്യത്തിന് ചേരുന്ന ഒരു സംവിധാനമാണ് ഓരോ രാജ്യവും. അല്ലാതെ മേക്ക് ദ വേൾഡ് സേഫ് ഫോർ ഡെമോക്രസി എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തെല്ലാവരെയും ജനാധിപത്യവൽക്കരിക്കാനുള്ള നിയോഗമൊന്നും അമേരിക്കയ്ക്കില്ല. മനുഷ്യാവകാശ ലംഘനം നടക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അത് ചൂണ്ടിക്കാണിക്കാം. ചില കാര്യങ്ങൾ ചെയ്യുന്നതും തെറ്റൊന്നുമില്ല കേട്ടോ. പക്ഷേ അവിടെ കയറി ഭരണകൂടങ്ങളെല്ലാം അട്ടിമറിച്ച് തങ്ങൾക്ക് ഇഷ്ടമുള്ള ഭരണകൂടം വെക്കാനുള്ള ഉപാധിയായി മനുഷ്യാവകാശ ലംഘനത്തെ കാണുന്നതിനുള്ള വൈരുദ്ധ്യം, ഇരട്ടത്താപ്പ്, ഇതൊക്കെ തന്നെ ലോകം ആഴത്തിൽ സംസാരിക്കുന്നു. യുദ്ധം ഒരു പക്ഷേ നടക്കാം, ചിലപ്പോൾ പേടിപ്പിച്ച് ഒരുപക്ഷെ അയത്തുള്ള അലി ഖുമൈനിയെ കൊണ്ട് ചില കാര്യങ്ങളിൽ രണ്ടാമതൊരു കരാർ ഒപ്പിടിക്കാൻ സാധിക്കും. ഒരുപക്ഷെ ആണവ കരാർ. തങ്ങളിതാ 2ാമത്തെ ആണവ കരാറിൽ ട്രംപിൻ്റെ മുന്നിൽ ഇറാൻ മുട്ടുമടക്കി ആണവ കരാർ ഒപ്പുക. ഞങ്ങൾ ജീവിത ആചന്ദ്രധാരം ഒരിക്കലും ഇറാൻ ആണവ പദ്ധതിയിലേക്ക് നീങ്ങില്ല. ഞങ്ങൾ ആണവം ഉപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഊർജ്ജത്തിന് പോലും ആണവം വേണ്ട, ഞങ്ങൾക്ക് പെട്രോളും ഡീസലും ഉണ്ട്, അത് മതി എന്ന് പറഞ്ഞുകൊണ്ട്
മുഖം രക്ഷിക്കാൻ ശ്രമിക്കുമോ? ട്രംപിന് പൊന്തുവല ഒന്നല്ല, നിരന്നിരിക്കുക പൊന്തുവൽ. പിന്നെ ഇറാനെ മുട്ടുകുത്തിച്ചു എന്ന് പറയാം. ഒരു വെടി പോലും പൊട്ടിക്കാതെ. അതെ, സാധ്യതയാണ്, ഇല്ലെന്നൊന്നും പറയാനാവില്ല. അതൊരു സാധ്യതയാണ്. 2, ഇനി യുദ്ധം ചെയ്താൽ തീർച്ചയായും അമേരിക്കയുടെ ഗൺ പവറിനോടോ പിടിച്ചു നിൽക്കാൻ ഇറാന് കഴിയില്ല. കുറച്ചു കാലത്തേക്ക് കഴിയും. അമേരിക്കയ്ക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാം കുറേയൊക്കെ. ഗൾഫ് രാജ്യങ്ങൾക്കായിരിക്കും ഏറെ ബുദ്ധിമുട്ട്. അത് ഗൾഫ് രാജ്യങ്ങൾ തിരിച്ചറിയുന്നു. എണ്ണപ്പാടങ്ങളിൽ ബോംബ് വീണ കത്തില്ലേ? പിന്നെ അത് വലിയ സൈനിക താവളങ്ങളിൽ മാത്രമല്ല ബോംബ് വീഴാൻ പോകുന്നത്. യുദ്ധമാകുമ്പോൾ പിന്നെ യുദ്ധത്തിലും പ്രേമത്തിലും ഒരു നിയമവും ബാധകമല്ല, ഒരു മനുഷ്യാവകാശം അവിടെ ബാധകമല്ല. ഉണ്ടെന്നൊക്കെ പറയും, അത് ഐക്യരാഷ്ട്രങ്ങളെ അതൊക്കെ പറയും. പക്ഷേ യുദ്ധം വരുമ്പോൾ അറിയാം ഒരു നിയമവും ബാധകമല്ല. അങ്ങനെ വന്നാൽ ആത്യന്തികമായി ഇപ്പോൾ ബുദ്ധിമാന്മാരായ അറബികൾ തിരിച്ചറിയുന്നു ഇത് ആത്യന്തികമായ അപകടമാണ്. അതുകൊണ്ട് ഇറാനെ സമ്മർദ്ദപ്പെടുത്തുന്നതിൽ കുഴപ്പമില്ല, അർമാഡ കാട്ടി പേടിപ്പിക്കാം. പക്ഷേ അത് മതി, പേടിപ്പിച്ചു വിട്ടാൽ മതിയാകും, യുദ്ധം വേണ്ട എന്ന ഒരു കൺസെൻസസ് അവിടെ ഉണ്ട്. ആ കൺസെൻസസിനെ അതിലംഘിച്ചുകൊണ്ട് അമേരിക്ക യുദ്ധത്തിലേക്ക് പോയാൽ ഒരുപക്ഷെ അമേരിക്കയോടൊപ്പം ഇപ്പോൾ ചേർന്ന് നിൽക്കേണ്ടി വരും. നിവൃത്തികേട് കൊണ്ടാണ് കേട്ടോ, നിവൃത്തികേട് കൊണ്ട് ചേർന്ന് നിൽക്കേണ്ടി വരും. യൂറോപ്യൻ രാജ്യങ്ങൾക്കും നിവൃത്തികേട് കൊണ്ട് ചേർന്ന് നിൽക്കേണ്ടി വരും. ഈ നിവൃത്തികേട് എല്ലാ കാലവും, ഈ നിവൃത്തികേടിൻ്റെ പേരിൽ അമേരിക്കയുടെ പിന്നിൽ അണിനിരക്കാൻ യൂറോപ്പിനോ ഗൾഫ് മേഖലയ്ക്കോ നേർച്ചയൊന്നുമില്ല എന്നുകൂടി ഇവർ മനസ്സിലാക്കുന്നു. ആ മനസ്സിലാക്കൽ ട്രംപിന് കൂടി മനസ്സിലാകുന്നുണ്ടോ എന്നതാണ് ഇവിടുത്തെ വിഷയം. അപ്പോൾ എന്തായാലും തൽക്കാലം ഒരു യുദ്ധത്തിലേക്ക് പോകുമെന്ന് നമ്മൾ പേടിക്കേണ്ട. അറിയില്ല, ഇതിനെക്കുറിച്ച് ഒരു പ്രഡിക്ഷന് ഞാനില്ല. ഒരു സൈഡിൽ നിൽക്കുന്ന ട്രംപാണ്, അതുകൊണ്ട് ഒരു സൈഡിൽ ട്രംപാണ്. ഓക്കെ. ഏതായാലും പശ്ചിമേഷ്യ ആശങ്കയുടെ മുനയിൽ തന്നെയാണ് നിൽക്കുന്നത്. കപ്പൽപ്പട നീങ്ങിയിരിക്കുകയാണ് ഗൾഫ് മേഖലയിലേക്ക്. ആക്രമിക്കാതിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം ട്രംപ് ആയതുകൊണ്ട്. ഏതായാലും ട്രംപിന് പക്ഷേ ഇപ്പോൾ അടുത്തിടെയായി കാലമത്ര ശരിയല്ല, സമയമത്ര നന്നല്ല. എന്തുകൊണ്ടെന്നാൽ യൂറോപ്യൻ രാജ്യങ്ങൾ ട്രംപിൻ്റെ ഭീഷണിയിൽ വീഴുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ട്രംപ് പറയുന്ന കാര്യങ്ങൾ അവർ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. കൃത്യമായ തിരിച്ചടി അവർ ഇപ്പോൾ നൽകാൻ തുടങ്ങിയിരിക്കുകയാണ്. കാരണം മറ്റൊരു ഹിറ്റ്ലറെ ലോകത്തിന് താങ്ങാനാകില്ല എന്ന തിരിച്ചറിവിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളും അതേ രീതിയിലേക്ക് തന്നെയാണ്. UAE ആണെങ്കിലും താല്പര്യം കാണിക്കുന്നില്ല. ഞങ്ങളുടെ സ്പേസ് ഒരു കാരണവശാലും ഒരു സൈനിക നീക്കത്തിനും ഉപയോഗിക്കാൻ പാടില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് UAE പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഏതാനും മണിക്കൂറുകൾക്ക് വേണ്ടി ഇന്ത്യയിലെത്തിയ സന്ദർശനത്തിൻ്റെ പ്രാധാന്യം ഇതിലേക്ക് കൂടി നീങ്ങുകയാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത്. എന്തായാലും UAE കൃത്യമായി അറുത്തുമുറുത്ത് തന്നെ പറഞ്ഞിരിക്കുന്നു. അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ട്രംപിനോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ സൈന്യം ഇവിടെ കാലുകുത്താൻ പാടില്ല, ഇവിടെ നിന്നും ആക്രമണങ്ങൾ നടത്താൻ പാടില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇനി അങ്ങോട്ട് എന്ത് നടക്കും എന്ന് നമുക്ക് അത്ര ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ട്രംപ് ആയതുകൊണ്ട്. എങ്കിലും സമാധാനം പുലരണം എന്ന് മാത്രം പ്രത്യാശിക്കാം. വളരെയധികം നന്ദി സാർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.